മക്കളെ, നാളത്തെ നിങ്ങളുടെ +1 ഫിസിക്സ് പരീക്ഷ കുറച്ച് കടുപ്പാവാൻ നല്ലൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നല്ല, ഇത് പറയാൻ കാരണമുണ്ട്. ഈ വർഷം നമ്മുടെ +2 ഫിസിക്സ് പരീക്ഷ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവറോൾ ആ പരീക്ഷയോടുള്ള അഭിപ്രായം എന്താണ്? മോശമില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഒരു സിംഗിൾ കാര്യം ആ കുട്ടികളെ, +2 വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചു. അത് ഫിസിക്സ് പരീക്ഷയിൽ നമ്മൾ സാധാരണ കാണുന്നതിലേക്കാളും കൂടുതൽ ന്യൂമറിക്കൽ ചോദ്യം, ഇതുപോലത്തെ ന്യൂമറിക്കൽ ചോദ്യം. ഇപ്പം നിങ്ങൾക്ക് അറിയുണ്ടാവില്ല സംഭവം എന്താണ്, കാരണം +2 ടോപ്പിക്സ് ആണ്. പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കുറച്ച് അധികം ചോദിച്ചു, സാധാരണ ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിച്ചു. മാത്രമല്ല ആ ചോദ്യങ്ങൾ ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നും ആയിരുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ടൈപ്പ് ചോദ്യങ്ങളായിരുന്നു ന്യൂമറിക്കൽസ് ആയിട്ട് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ആദ്യമായിട്ട് കണ്ട കുട്ടികൾക്ക്, അല്ലെ ഇതുപോലത്തെ ചോദ്യങ്ങൾ മുൻപ് ചെയ്യാത്ത കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ +2 സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പക്ഷേ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെന്താണ് ഭയങ്കര ടഫായിട്ടുള്ള ചോദ്യമോ അല്ലെ എവിടെയും ഇല്ലാത്ത ചോദ്യം, എവിടുന്നോ പൊക്കിക്കൊണ്ടുവന്ന ചോദ്യങ്ങളൊന്നും അല്ലായിരുന്നു. ഇതിൽ വളരെ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു. ആ NCERT ടെക്സ്റ്റ് ബുക്കിൽ ആ ചോദ്യങ്ങൾ ചെയ്ത കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടായില്ല. ആ കുട്ടികൾ നന്നായിട്ട് നേരത്തെ ചെയ്തു പോയ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ആദ്യമായിട്ട് കാണുമ്പോൾ കുട്ടികൾക്കായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. മാത്രമല്ല ഇതുപോലത്തെ ഒരു 10 ചോദ്യങ്ങളായിരുന്നു അവരുടെ പേപ്പറിലുള്ളത്. ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നാളത്തെ പേപ്പറിലും ഏതാണ്ട് ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാവാനാണ് ചാൻസ്. അതായത് 1 വേർഡ് ചോദ്യങ്ങൾ ഏതാണ്ട് അവർക്ക് 10 നിങ്ങൾക്കും അങ്ങനെ 10 ചോദ്യങ്ങൾ വരാനാണ് ചാൻസ്. അത് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 1 വേർഡ് ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും വരിക? ഡിഫൈൻ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ആ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇല്ലേ? വാട്ട് ഈസ് കോൺടാക്ട് ആംഗിൾ, അതാണ് 1 വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഡെഫിനേഷൻ അറിയാൻ എഴുതി വെക്കാം. പിന്നെ അപ്പോൾ 1 വേർഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡെഫിനേഷൻസും ഉണ്ട്. പിന്നെ അതുകൂടാതെ ഡെഫിനേഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സും കുറച്ചുകൂടി വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ്, വലിയ ഡെഫിനേഷൻസ് എന്താണ്? കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ്? അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ക്വസ്റ്റൻസ് അല്ലെ പ്രോപ്പർട്ടീസ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 8 ചോദ്യങ്ങളൊക്കെ വരാം അവിടുന്ന്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇന്ന് രാത്രി നമ്മൾ 99 ഷുവർ ക്വസ്റ്റൻസിൽ നമ്മൾ ഇതൊക്കെ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഡെറിവേഷൻസ് ഒരു 10 അവർക്ക് വന്നത്, നിങ്ങൾ ചിലപ്പോൾ 11 12 വരെ, കാരണം +1 കുറച്ചും കൂടി ഡെറിവേഷൻസ് ഉണ്ട്. ഡെറിവേഷൻസ് നമ്മൾ ഇന്നലത്തെ ലൈവിൽ ഫുള്ള് പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പഠിച്ചവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് പഠിച്ചില്ലെങ്കിൽ അത് വേഗം പോയി ലൈവ് കാണാം. ഒരു ഇമ്പോർട്ടൻ്റ് എങ്കിലും സ്റ്റാർ ഇട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊടുത്തുള്ള അതെങ്കിലും പഠിച്ചു വെക്കുക. ന്യൂമറിക്കൽസ് 10 വന്നു. ഈ ന്യൂമറിക്കൽസ് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റൻസ് ആയിരുന്നു. ഭയങ്കര സിമ്പിളായിട്ട് ഫോർമുലയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ലായിരുന്നു അവർക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ നിങ്ങളുടെ പരീക്ഷയിൽ അങ്ങനെ വരാനാണ് ചാൻസ്. ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, മാക്സിമം ന്യൂമറിക്കൽസ് ചെയ്യാം. അതുതന്നെയായിരിക്കും നമ്മൾ വൈകുന്നേരം ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രി 99 ഷുവർ ക്വസ്റ്റൻ ലൈവിൽ 99 ക്വസ്റ്റൻസ് തന്നെ നമ്മൾ ചെയ്യും. അതിലെല്ലാം ഇതുപോലത്തെ ന്യൂമറിക്കൽസ് ആയിരിക്കില്ല, ഒരു പകുതിയെങ്കിലും ന്യൂമറിക്കൽസ് ആയിരിക്കും. ബാക്കി പകുതി എന്തായിരിക്കും ഉണ്ടാവാം? അല്ലാത്ത ഈ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ന്യൂമറിക്കൽസിൽ ഫോക്കസ് ചെയ്യും. ആ ന്യൂമറിക്കൽസും സാധാരണ നിങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ന്യൂമറിക്കൽസ് ആയിരിക്കില്ല മിക്കതും. നമ്മൾ കുറച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ NCERTയിലുള്ള ലെവലിൽ കൂടിയ ചോദ്യങ്ങൾ അഥവാ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളായിരിക്കും ചെയ്യുക. കാരണം അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ നാളത്തെ പരീക്ഷയിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് പരീക്ഷ ടഫ് ആവുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ടൈപ്പ് ചോദ്യങ്ങളായിരിക്കില്ല, കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, ഇതൊക്കെ ഞാൻ ഇന്ന് ലൈവിൽ ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയെങ്കിൽ നിങ്ങൾ ലൈവിൽ വരണമെന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ, അതിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലൈവിൽ വരിക. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. നമ്പർ ഇട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഓരോരോ ചോദ്യങ്ങൾ. 99 ഷുവർ ക്വസ്റ്റനിൽ തന്നെ ഓരോരോ ചോദ്യങ്ങളാണ്. അവസാനത്തെ 99th ചോദ്യം വരെ ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. നാളത്തെ പരീക്ഷ ടഫായിട്ട് വരികയാണെങ്കിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ വരാനാണ് ചാൻസ്. കാരണം ഇതൊക്കെ NCERTയിലുള്ള ചോദ്യങ്ങളാണ്. നാളത്തെ പരീക്ഷ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അപ്പം പ്രശ്നം ഞാൻ പറഞ്ഞു തന്നു, അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തന്നു. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വിടും. ഓക്കെ, അപ്പോൾ വൈകുന്നേരം 99 ഷുവർ ക്വസ്റ്റനിൽ വരിക. കൂടാതെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ലൈവ് നിങ്ങൾ മിസ്സാവാതിരിക്കുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരോടും ലൈവിൽ കയറി വരാൻ പറയുക. നമുക്ക് ലൈവിൽ കാണാം. ബൈ ബൈ.